നമസ്കാരം. അതിജീവിതയുടെ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സുഹൃത്തിനെതിരെയും കേസ്. അടൂർ സ്വദേശിയായ സുഹൃത്ത് ജോബി ജോസഫിനെയും കേസിൽ പ്രതി ചേർത്തു. ഗർഭചിത്രത്തിന് ഗുളിക എത്തിച്ചു നൽകിയത് ഇയാളാണ്. അശാസ്ത്രീയവും നിർബന്ധിതവുമായ ഗർഭചിത്രമാണ് രാഹുലിനെതിരായ മുഖ്യ കുറ്റം. ഇതേ കുറ്റം തന്നെയാണ് ജോബി ജോസഫിനെതിരെയും ചുമത്തിയിരിക്കുന്നത്. ഭീഷണിപ്പെടുത്തി ഗർഭചിത്രം നടത്തിയെന്ന് യുവതി മൊഴി നൽകി. കുട്ടിയുണ്ടായാൽ രാഷ്ട്രീയ ഭാവി നശിക്കുമെന്നും രാഹുൽ പറഞ്ഞു. ഗുളിക നൽകിയാണ് ഗർഭചിത്രം നടത്തിയത്. ഗർഭചിത്രത്തിനായി രാഹുലിന്റെ സുഹൃത്താണ് ഗുളിക എത്തിച്ചത്. ഗുളിക കഴിച്ചുവെന്ന വീഡിയോ കോളിലൂടെ രാഹുൽ ഉറപ്പാക്കിയെന്നും അതിജീവിതയുടെ മൊഴിയിൽ പറഞ്ഞിട്ടുണ്ട്. യുവതിയുടെ വാട്സപ്പ് സന്ദേശങ്ങൾ മുൻപ് പുറത്തു വന്നിരുന്നുവെങ്കിലും ഇന്നലെയാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നത്. റൂറൽ എസ്.പിയുടെ നേതൃത്വത്തിൽ വനിതാ സെല്ലിലെ ഉദ്യോഗസ്ഥരാണ് ഇന്നലെ രാത്രി മൊഴിയെടുത്തത്. മെഡിക്കൽ രേഖകൾ യുവതി പോലീസിന് മുന്നിൽ ഹാജരാക്കി. ഗർഭിണിയാണെന്ന് രാഹുലിനോട് പറഞ്ഞപ്പോൾ ഗർഭചിത്രം നടത്താനാണ് പറഞ്ഞത്. അതിന് സമ്മതമല്ലെന്ന് അറിയിച്ചപ്പോൾ ഭീഷണിപ്പെടുത്തി. ഗർഭചിത്രം നടത്താൻ പലതവണ നിർബന്ധിച്ചു. കഴിയില്ലെന്ന് പറഞ്ഞപ്പോഴെല്ലാം ചീത്ത വിളിച്ചു. ബന്ധത്തിൽ നിന്ന് അകലാൻ രാഹുൽ ശ്രമിച്ചു. ഗുളിക നൽകിയാണ് രാഹുൽ ഗർഭചിത്രം നടത്തിയത്. എവിടെ നിന്നാണ് ഗുളിക എത്തിച്ചതെന്ന് അറിയില്ല. സുഹൃത്ത് വഴിയാണ് എത്തിച്ചത്. ഗുളിക കഴിച്ചെന്ന് വീഡിയോ കോളിലൂടെ ഉറപ്പിച്ചു. ഗുളിക കഴിച്ച ശേഷം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും രക്തസ്രാവവും ഉണ്ടായി. സർക്കാർ ആശുപത്രിയിലാണ് ചികിത്സ തേടിയത്. ഗർഭചിത്രത്തിന് താല്പര്യമില്ലായിരുന്നുവെന്നും രാഹുലിന്റെ നിർബന്ധപ്രകാരമാണ് സമ്മതിച്ചതെന്നും യുവതിയുടെ മൊഴിയിലുണ്ട്. ഇന്ന് യുവതിയെ കോടതിയിൽ ഹാജരാക്കി രഹസ്യമൊഴി രേഖപ്പെടുത്താനാണ് പോലീസ് ആലോചിക്കുന്നത്. 10 വർഷം മുതൽ ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് രാഹുലിന് മേൽ ചുമത്തിയിരിക്കുന്നത്. പരാതി വരട്ടെ എന്നാണ് രാഹുൽ ഇതുവരെ പറഞ്ഞിരുന്നത്. പരാതി വന്നതോടെ രാഹുൽ മുൻകൂർ ജാമ്യത്തിന് നീക്കം തുടങ്ങി. ഗർഭചിത്രം നടത്തിയതിന് മെഡിക്കൽ രേഖകൾ മതിയായ തെളിവാണെന്ന് പോലീസ് പറയുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിനായി രാഹുൽ പാലക്കാട് പ്രചാരണം നടത്തുന്നതിനിടയിലാണ് യുവതി പരാതി നൽകിയത്. പരാതി നൽകിയതിനെ തുടർന്ന് MLA ഓഫീസ് അടച്ചിരിക്കുകയാണ്. കാർ ഫ്ളാറ്റിൽ ഇട്ട ശേഷം മറ്റൊരു കാറിൽ രാഹുൽ പുറത്തേക്ക് പോയി. സ്റ്റാഫ് അംഗങ്ങളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. രാഹുലിന്റെ അടൂരിലെ വീട്ടിലും MLA ഓഫീസിലും പോലീസ് കാവൽ ഏർപ്പെടുത്തി. ഇന്ന് മഹിളാ മോർച്ച രാഹുലിന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തും. ആരോപണങ്ങൾ ഉയർന്നതിനെ തുടർന്ന് രാഹുലിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയിരുന്നു. പിന്നാലെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. രാഹുലിനെതിരെയുള്ള നടപടികളിൽ പാർട്ടിയിൽ 2 അഭിപ്രായമാണ് തുടക്കം മുതൽ. കർശന നടപടി വേണമെന്ന് ഒരു വിഭാഗം പറയുന്നു. രാഷ്ട്രീയ പ്രേരിതമായ കേസെന്നാണ് മറുവിഭാഗം പറയുന്നത്. ഇന്നലെ സെക്രട്ടേറിയറ്റിൽ നേരിട്ടെത്തി മുഖ്യമന്ത്രിക്കാണ് യുവതി പരാതി നൽകിയത്. മുഖ്യമന്ത്രി DGPക്ക് പരാതി കൈമാറി. സംഭാഷണങ്ങളും ചാറ്റുകളും അടക്കമുള്ള ഡിജിറ്റൽ തെളിവുകളും മെഡിക്കൽ രേഖകളും യുവതി പരാതിക്കൊപ്പം നൽകിയിട്ടുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്താണ് ഗുളിക പെൺകുട്ടിക്ക് എത്തിച്ചത്. കുഞ്ഞുണ്ടായാൽ തന്റെ രാഷ്ട്രീയ ഭാവി പ്രതിസന്ധിയിലാകുമെന്നാണ് മാങ്കൂട്ടത്തിൽ പെൺകുട്ടിയോട് പറഞ്ഞിരുന്നത്. എന്നാൽ പെൺകുട്ടിയെ ഗർഭിണിയാക്കാൻ മാങ്കൂട്ടത്തിൽ പ്രേരിപ്പിക്കുന്ന വാട്സപ്പ് സന്ദേശങ്ങളായിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തു വന്നത്. നീ ഗർഭിണിയാകാൻ തയ്യാറാകൂ, നമ്മുടെ കുഞ്ഞിനെ വേണം എന്നായിരുന്നു മാങ്കൂട്ടത്തിൻ്റെ സന്ദേശം. പിന്നീട് ഗർഭധാരണത്തിന് ശേഷമാണ് അശാസ്ത്രീയ ഗർഭചിത്രത്തിന് പെൺകുട്ടിയെ മാങ്കൂട്ടത്തിൽ നിർബന്ധിച്ചത്. സമ്മതമല്ലെന്ന് അറിയിച്ചപ്പോഴാണ് ഭീഷണി മുഴകിയത്. തുടർന്ന് പലപ്പോഴായി അസഭ്യം പറയുകയായിരുന്നുവെന്നാണ് ആരോപണം. മുൻപ് ആരോപണം ഉയർന്നുവരുന്നുവെങ്കിലും പരാതിക്കാരി നേരിട്ടെത്തിയിരുന്നില്ല. എന്നാൽ 3 കക്ഷികൾ സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ പരാതികൾ പരിഗണിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു. ശബ്ദരേഖയിലെ യുവതിയെ കണ്ടെത്തി പരാതി എഴുതി നൽകാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും യുവതി ആദ്യഘട്ടത്തിൽ അതിനൊന്നും തയ്യാറായിരുന്നില്ല. ശബ്ദരേഖയിലുള്ളത് തന്റെ ശബ്ദം തന്നെയാണോ എന്നത് സ്ഥിരീകരിക്കാനോ തള്ളാനോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഘട്ടത്തിലും തയ്യാറായിരുന്നില്ല. അതേസമയം കേസെടുത്തതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ തുടർ നടപടികളുടെ കാര്യത്തിൽ നിയമസഹായം തേടിയിട്ടുണ്ട്. ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ ജോർജ് പൂന്തോട്ടത്തെയാണ് സമീപിച്ചിരിക്കുന്നത്.